ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെഗാസ്പോറോജെനസിസ് എന്താണെന്നാണ് നോക്കുന്നത്. ഇത് 5 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ബ്രീഫായിട്ടേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഓരോ ടൈപ്പും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ബ്രീഫ് ഒരു ഔട്ട്ലൈൻ മാത്രമേ തരുന്നുള്ളൂ. ഒരു 5 മാർക്കിന് ഈ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ മതിയാവും. ഓക്കെ, അപ്പോൾ എന്താണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ, മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? മെഗാസ്പോറോജെനസിസ് എന്നുള്ളത്. നമ്മൾ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു സിംഗിൾ ഹൈപ്പോഡെർമൽ സെല്ല്, ന്യൂസെല്ലസിൻ്റെ ഉള്ളിലുള്ളൊരു സിംഗിൾ ഹൈപ്പോഡെർമൽ സെല്ല് എന്താണ്, എൻലാർജ് ചെയ്തിട്ട് ആർക്കിസ്പോറിയമായിട്ട് ഫങ്ഷൻ ചെയ്യും. ചില പ്ലാന്റ്സിൽ ഈ ആർക്കിസ്പോറിയൽ സെല്ല് എന്താണ്, മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഡയറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഔട്ടർ പ്രൈമറി പറൈറ്റൽ സെല്ലും ഇന്നർ പ്രൈമറി സ്പോറോജിനസ് സെല്ലും ഫോം ചെയ്യും. ഈ ആർക്കിസ്പോറിയ സെല്ല് ഡയറക്റ്റായിട്ട് മെഗാസ്പോർ മദർ സെല്ലാവുന്നതിനെയാണ് നമ്മൾ ടെന്യൂസിലേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ടെന്യൂസെല്ലേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ ആർക്കിസ്പോറിയൽ സെല്ല് ഡയറക്റ്റായിട്ട് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ടെന്യൂസിലേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ക്രാസിന്യൂസെല്ലേറ്റ് ടൈപ്പാണ് എന്ത്, ഈ ആർക്കിസ്പോറിയ സെല്ല് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് പ്രൈമറി പറൈറ്റൽ സെല്ലും ഇന്നർ പ്രൈമറി സ്പോറോജിനസ് സെല്ലും ഫോം ചെയ്യും. ആ സ്പോറോജിനസ് സെല്ലിൽ നിന്ന് പിന്നീട് എന്ത് ഫോം ചെയ്യും, ആ പ്രൈമറി സ്പോറോജിനസ് സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അങ്ങനത്തെ ഡിവിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനത്തെ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ക്രാസിന്യൂസെല്ലേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ക്രാസിന്യൂസെല്ലേറ്റ്. ഓക്കെ, ക്രാസിന്യൂസെല്ലേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ പറൈറ്റൽ സെല്ല് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അൺഡിവൈഡഡ് ആയിട്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പെരിക്ലൈനൽ ആൻഡ് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും, ഈ പ്രൈമറി സ്പോറോജിനസ് സെല്ലിനെ ന്യൂസെല്ലസിലേക്ക് എംബഡ് ചെയ്യിക്കും. അതായത് ആ ഒരു പെരിക്ലൈനൽ ഡിവിഷനും ആൻറ്റിക്ലൈനൽ ഡിവിഷനും നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറൈറ്റൽ സെല്ലിൻ്റെ അവിടെയുള്ള തിക്നെസ് കൂടുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ ഒരു സ്പോറോജിനസ് ടിഷ്യൂവിനെ എന്തിലേക്ക് പുഷ് ചെയ്യും, ന്യൂസെല്ലസിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പാക്കി പുഷ് ചെയ്യും. ഓക്കെ, ഇനി ഈ പ്രൈമറി സ്പോറോജിനസ് സെല്ലെന്ന് പറയുന്നത് എന്തായിട്ട് ഫങ്ഷൻ ചെയ്യും, മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഫങ്ഷൻ ചെയ്യും. ഓക്കെ, ഈ മെഗാസ്പോർ മദർ സെല്ലെന്ന് പറയുന്നത് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും, 4 ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യും. മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. ഈ മെഗാസ്പോർസിൻ്റെ നമ്പറിന്ന് എത്ര എണ്ണം മെഗാസ്പോർസ് എന്നാണോ എംബ്രയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താണ്, പല ഡെവലപ്മെൻ്റ് ഉണ്ട്. മോണോസ്പോറിക് ഉണ്ട്, ബൈസ്പോറിക് ഉണ്ട്, ടെട്രാസ്പോറിക് ഉണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഈ മെഗാസ്പോർസ് ലീനിയർ ടെട്രാഡായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ടി ഷേപ്പ്ഡ് ആയിട്ടുണ്ടാവും, ഇൻവേർട്ടഡ് ടി ഷേപ്പ്ഡ് ആയിട്ടുണ്ടാവും, ഡെക്യുസേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഐസോ ബൈലാട്രൽ ഉണ്ടാവും. ആ രീതിയിലൊക്കെയാണ് എന്ത്, ഈ ഒരു 4 ഹാപ്ലോയിഡ് മെഗാസ്പോർ എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. പ്രധാനമായിട്ടും എന്താണ്, മോസ്റ്റ് കേസിലും ലീനിയർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ലീനിയർ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക, മെഗാസ്പോർ മദർ സെല്ല് ഉണ്ടാവുക. ഇനിയിപ്പോൾ ടി ഷേപ്പ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ടി ഷേപ്പ്ഡ് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെയായിരിക്കും എന്ത്, മെഗാസ്പോർ മദർ സെല്ല് ഉണ്ടാവുക. അപ്പോൾ മെഗാസ്പോർസ് എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും, ഇത് മെഗാസ്പോർസ് ആണ്. മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത മെഗാസ്പോർസിൻ്റെ പിക്ചറാണ് നമ്മൾ വരച്ചത്. മെഗാസ്പോർസ് പൊതുവെ അറേഞ്ച് ചെയ്യുന്നത് ലീനിയർ ടെട്രാഡായിട്ടായിരിക്കും ഉണ്ടാവുക. ചിലതിൽ ടി ഷേപ്പ്ഡ് ആവാം, ഇൻവേർട്ടഡ് ആവാം, ഡെക്യുസേറ്റ് ആവാം, ഐസോബൈലാട്രലൊക്കെ ആവാം. ഓക്കെ, ഇനി ഈ 4 മെഗാസ്പോർ എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ്, ഈ 4 മെഗാസ്പോറിൽ ഏറ്റവും ചലാസൽ 1 ആണ് എന്ത്, ഫങ്ഷണലായിട്ട് കാണുന്നത്. ഓക്കെ, ഈ 4 മെഗാസ്പോറിൽ
ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഈ 4 മെഗാസ്പോറിൽ ചലാസൽ 1 മാത്രമാണ് ഫങ്ഷണൽ ആവുക. ബാക്കി 3 എന്ത് ചെയ്യും? ഡീജനറേറ്റ് ആയി പോകും. അപ്പോൾ ഈ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ഫോം ചെയ്യും. ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. അതായത് ഒരൊറ്റ സ്പോറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ചലാസൽ എൻഡിലുള്ള ഈ ഒരു സ്പോർ മാത്രം എന്ത് ഡെവലപ്പ് ചെയ്യും? എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യും. ബാക്കിയൊക്കെ എന്താകും? ഡീജനറേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്? നമ്മുടെ പോളിഗോണം. നമ്മൾ പോളിഗോണം ടൈപ്പ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, മോണോസ്പോറിക് ഡെവലപ്പിൽ പോളിഗോൺ ടൈപ്പ് ഉണ്ട്, ഈനോത്തിര ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും പോളിഗോൺ ടൈപ്പാണ് കുറച്ചുകൂടെ എന്താണ് ഒരുവിധം പ്ലാന്റ്സിലൊക്കെ കാണുന്നത്. ഈ ഒരു കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് ആണ് എന്ത്? മിക്കവാറും എല്ലാ ആൻജിയോസ്പോം ഫാമിലീസിലും കാണുന്നതാണ് എന്ത്? പോളിഗോൺ ടൈപ്പ് മോണോസ്പോറിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഇനി ഇപ്പോൾ ഈ 4 മെഗാസ്പോർസിൽ 2 ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ 4 മെഗാസ്പോർ ഉണ്ടായാൽ 2 ആണ് എംബ്രിയോസാക്ക് ഫോർമേഷന് കാരണമാവുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡെവലപ്മെൻറ്റിന് നമ്മൾ ബൈസ്പോറിക് എന്നാണ് പറയുക. അതായത് 4 മെഗാസ്പോർ ഉണ്ട്, അതിൽ 2 മെഗാസ്പോറാണ് എന്ത്? എംബ്രിയോസാക്ക് ഫോർമേഷനിൽ കാരണമാവുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുക. എക്സാമ്പിൾ ആലിയൻ ടൈപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു 5 മാർക്കിൽ ചോദിച്ചാൽ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? നമ്മൾ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ആ 4 മെഗാസ്പോറും എംബ്രിയോസാക്ക് ഫോർമേഷനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ടെട്രാസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെപ്പറോമിയൊക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, പൊതുവേ ഒരു ഓവ്യൂളിൽ ഒരു സിംഗിൾ എംബ്രിയോസാക്കാണ് ഉണ്ടാവുക. ഈ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ, അതായത് ഇതിപ്പോൾ നമ്മൾ പറയുന്നത് മോണോസ്പോറിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ പറയുന്നത്. അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മെഗാസ്പോറാണ്. അതിൻ്റെ ഫസ്റ്റ് സെല്ല് എന്ന് പറയുന്നത് എംബ്രിയോസാക്കിൻ്റെ അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഫസ്റ്റ് സെല്ല് എന്ന് പറയുന്നത് മെഗാസ്പോർ മദർ സെല്ലാണ്. ഈ മെഗാസ്പോർ മദർ സെല്ലിലെ മെഗാസ്പോറാണ് ആ ഒരു ഫസ്റ്റ് സെല്ല് എന്ന് പറയുന്നത് എംബ്രിയോസാക്കിൻ്റെ. ഈ മെഗാസ്പോർ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റ് ചെയ്യും. എങ്ങനെ? മൈക്രോപൈലർ ചലാസൽ ആക്സിസിൽ ഇലോങ്ങേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. മിയോട്ടിക് ഡിവിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. വാൾ ഫോർമേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു സെൻട്രൽ ആയിട്ടുള്ള ലാർജ് വാക്യൂളിൽ 2 ഡോട്ടർ ന്യൂക്ലിയൈ ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ വാക്യൂൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ന്യൂക്ലിയ എന്തായും 2 എംബ്രിയോസാക്കിൻ്റെ 2 പോൾസിലേക്ക് ഈ ന്യൂക്ലിയൈനെ പുഷ് ചെയ്യും. ആ ഒരു വാക്യൂൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ 2 ന്യൂക്ലിയൈനെ 2 പോളിലേക്ക് പുഷ് ചെയ്യും. പിന്നീട് ഈ ന്യൂക്ലിയസ് ഒരു വീണ്ടും 2 മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തിയിട്ട് 4 ന്യൂക്ലിയൈ ഉണ്ടാവും. ഓരോ പോളിലും 4 ന്യൂക്ലിയൈ വീതം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഏകദേശം 8 ന്യൂക്ലിയൈ ഫോം ചെയ്യും. അപ്പോൾ ഒരു പോളിൽ 2 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 ന്യൂക്ലിയസ് ഉണ്ടാവും ഒരു പോളിൽ. മറ്റേ പോളിലും ഓപ്പോസിറ്റ് പോളിലും 4 ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ സമയത്ത് സൈറ്റോപ്ലാസത്തിലായിരിക്കും ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ 8 ന്യൂക്ലിയയും സൈറ്റോപ്ലാസത്തിലായിരിക്കും. സെൽവാളൊന്നും ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ്. പിന്നീട് ലാസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷന് ശേഷം സെല്ലൊന്നും കൂടി ഇലോങ്ങേറ്റ് ചെയ്തിട്ട് സാക്ക് ലൈക്ക് അപ്പിയറൻസിലേക്ക് മാറും. ഓക്കെ, പിന്നീട് എന്ത് സംഭവിക്കും? ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ, എംബ്രിയോസാക്കിൻ്റെ സെല്ലുലാർ ഓർഗനൈസേഷൻ നടക്കും. ഈ ന്യൂക്ലിയൻ്റെ ചുറ്റൊന്നും സെല്ലുകൾ ഫോം ചെയ്തിട്ടില്ല. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ് നടക്കുന്നത്. പിന്നീട് എന്ത് സംഭവിക്കും? വാൾ ഫോർമേഷൻ നടക്കും. അതിൽ മൈക്രോപൈലാർ എൻഡിലുള്ള ആ 4 ന്യൂക്ലിയയിൽ 3 എന്തായിട്ട് മാറും? എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറും. 4ാമത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ കിടക്കും. അത് സെൻട്രൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഒരു ആ 4ാമത്തെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിടക്കും. അതിന് അപ്പർ പോളാർ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ചലാസൽ എൻഡിലുള്ള 3 ന്യൂക്ലിയൈ എന്ന് പറയുന്നത് 3 ആൻറ്റിപോഡൽ സെൽസ് ആയിട്ട് ഫോം ചെയ്യും. അതിൽ 4ാമത്തെ എണ്ണം
അത് ഇതേപോലെ സൈറ്റോപ്ലാസത്തിൽ സെൻട്രൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ എന്താണ് ഫ്രീ ആയിട്ട് കിടക്കും. ഏത് ഈ നാലാമത്തത്. ബാക്കി 3 എന്താണ് ചെല്ലാ സെല്ലിൻ്റെ ബാക്കി 3 ആൻറ്റിപോഡൽ സെൽസ് ഫോം ചെയ്യും. ഇനി ഓരോ പ്ലാന്റിനനുസരിച്ചായിരിക്കും ഈ 2 പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത്. ചിലതിൽ എന്താണ് ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക, ചിലതിൽ ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ന്യൂക്ലിയസ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ചിലതിൽ എന്തായിരിക്കും അത് ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ പറഞ്ഞു മൈക്രോപൈലാർ എൻഡിലുള്ള 3 ഇതെന്ത് ഫോം ചെയ്യും? എഗപ്പാരറ്റസ് ഫോം ചെയ്യും. അതെന്ന് പറയുന്നത് എന്താണ്, അതിൽ സെൻട്രലായിട്ടൊരു എക്സെൽ ഉണ്ടാവും, അതിൻ്റെ 2 സൈഡിലായിട്ട് എന്തുണ്ടാവും? 2 സൈനർജിഡ്സ് ഉണ്ടാവും. ഈ സൈനർജിഡ്സ് എന്ന് പറയുന്നത് ചില കീമോട്രോപ്പിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് പോളൻ ട്യൂബിനെ അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ സൈനർജിഡ്സിൻ്റെ ഉള്ളിൽ തിക്കനിങ് ആയിട്ട് ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഉണ്ട്. അതിനെ നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ് പറയുക. അത് അബ്സോർപ്ഷനും കണ്ടക്ഷനും ന്യൂട്രിയൻസിൻ്റെ കണ്ടക്ഷനൊക്കെ സഹായിക്കുന്നുണ്ട്. ന്യൂ സെല്ലസിൽ നിന്ന് എംബ്രയോസാക്കിലേക്കുള്ള ന്യൂട്രിയൻ കണ്ടക്ഷനൊക്കെ സഹായിക്കുന്നത് ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എംബ്രയോസാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 7 സെല്ലിൻ്റെ 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രയോസാക്കാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ 2 സൈഡിലെ 2 പോളിലേക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോകും അല്ലേ? നമുക്ക് ജസ്റ്റ് അപ്പോൾ നമ്മുടെ ഇതാണ് എംബ്രയോസാക്ക് എന്ന് വെച്ചാൽ നമ്മൾ 2 ന്യൂക്ലിയസ് 2 സൈഡിലേക്ക് പോകും. വീണ്ടും 2 മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 ന്യൂക്ലിയൈ ഫോം ചെയ്യും. ഓക്കെ, 4 ന്യൂക്ലിയൈ ഫോം ചെയ്യും. പിന്നീട് എന്ത് സംഭവിക്കും? ഈ മൈക്രോപൈലാർ എൻഡിലുള്ളത് എന്തായിട്ട് മാറും? 3 എഗപ്പാരറ്റസും 3 ന്യൂക്ലിയൈ ചേർന്നിട്ട് എന്തായിട്ട് മാറും? എഗപ്പാരറ്റസ് ഫോം ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ എന്താണ്? സൈനർജിഡാണ് വരച്ചത്. പിന്നെ എന്താണ്? ഒരു എഗ്ഗും ഉണ്ടായിരിക്കും. ഈ സൈനർജിഡിന് എന്തുണ്ടാവും? ഫിലിഫോം അപ്പാരറ്റസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ന്യൂക്ലിയസ് എവിടെയായിരിക്കും? നമ്മുടെ സെൻട്രൽ സെല്ലിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി ഈ ഭാഗത്ത് 3 സെല്ല് ചേർന്നിട്ട് ആൻറ്റിപോഡൽ സെൽസ് ഫോം ചെയ്യും. ഓക്കെ, അതൊന്നും ഒരു ന്യൂക്ലിയസ് ഇവിടെ കിടക്കും. ഇതെന്താണ്? പോളാർ ന്യൂക്ലിയൈൻ്റെ ഭാഗമാണ്. ഇത് ചിലപ്പോൾ ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ന്യൂക്ലിയസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് 2 പോളാർ ന്യൂക്ലിയൈ സെൻറ്ററിൽ കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം തന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു 5 മാർക്കിന് അത് ഏകദേശം ഉള്ള പോയിൻറ്റ്സ് ഇതിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.